രണ്ട് പേരാണ് സ്പേമും എഗ് എന്ന് പറയുന്നത്, രണ്ട് പേരാണ്. അപ്പൊ ഈ രണ്ട് ആളുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തു, അപ്പൊ സൈഗോട്ട് ഫോം ചെയ്തു. ഈ സൈഗോട്ടിന് എത്ര സെൽസ് ഉണ്ട് അത് ആർക്കെങ്കിലും പറയാമോ? ഒരു സെൽ. സൈഗോട്ടിന് ഒരു സെല്ലേ ഉള്ളൂ. ഈ സൈഗോട്ട് ഒരു സെല്ലുള്ളത്. നിങ്ങൾക്ക് സിംഗിൾ സെല്ലായിട്ടുള്ള ഒരു സെല്ലുള്ള വേറെ ഓർഗാനിസത്തിന് അറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അമീബ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ അമീബയെ നമുക്ക് കണ്ണോട്ട് കാണാൻ അമീബയെ കണ്ണോട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ കണ്ണോട്ട് കാണാൻ പറ്റാത്ത സൈഗോട്ടിനെ നമുക്ക് കണ്ണോട്ട് കാണാൻ പറ്റുമോ?
ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നിങ്ങളൊരു നമ്മൾ മോളുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു ബ്ലാസ്റ്റോസിസ്റ്റ് ഓർത്തിരിക്കാം തേങ്ങയില്ലേ നമ്മള് പൊരിച്ച തേങ്ങ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാ വെള്ളമുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഹോളാണ് ഉള്ളിൽ മോറല എന്ന് പറഞ്ഞാൽ കുറേ സെൽസ് പാക്ക് ആയിട്ടിരിക്കും. പക്ഷെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു തേങ്ങ പോലെ ഉള്ളിൽ വെള്ളമാണ്. പക്ഷെ സെൽസ് ഉണ്ട്, സെൽസ് ഉണ്ടെങ്കിലും കാണുന്നുണ്ടോ ഈ ഒരു രീതിയിൽ അത് സെൽസാണ്. ഒരു വശത്തേക്ക് ആ സെൽസ് ഇങ്ങനെ ഇരിക്കുക, ബാക്കി രീതിയിൽ പറയുന്ന പോലെയാണ് അത് ഫ്ലൂയിഡ് ഫിൽഡാണ്. ആ സ്ട്രക്ചറിന്റെ പേരെന്താ സൗമ്യ? ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ മോറലയുടെ കാര്യം നമ്മൾ പറഞ്ഞു 3 to 4 days 3-4 ദിവസങ്ങളാണ് മോറല ഫോം ചെയ്യുന്നത് പറഞ്ഞു. ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യുന്നത് 5 to 6 days ഒക്കെയാണ്. 5-6 ദിവസങ്ങളാകുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് മോറല കണ്ടു നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ എവിടെ ഇതിൻ്റെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും എവിടെയാണ് കുട്ടി ശരിക്കും വളരുന്നത്? എവിടെയാണ് വളരുന്നത്? യൂട്രസിലാണ് കുട്ടി വളരുന്നത്. അപ്പോൾ ഈ ആദ്യം ഫാലോപ്പിയൻ ഫെർട്ടിലൈസേഷൻ നടന്നു. അവിടെ എവിടെ എത്താം? യൂട്രസിലേക്ക് എത്താം അല്ലേ? അപ്പോൾ മോറലായി ബ്ലാസ്റ്റോസിസ്റ്റായി യൂട്രസിൽ വന്നിട്ട് എന്ത് ചെയ്യും? അട്ടിപ്പിടിച്ച് ഫ്യൂസ് ചെയ്യും. യൂട്രസിൻ്റെ ഇന്നർ ലൈനിൻ്റെ ഒരു പേര് നമ്മൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചത് പ്രതി പറയൂ. അപ്പോൾ ഈ എൻഡോമെട്രിയം ആണ് ഇവിടെയാണ് ഈ ലൈനിങ് കേട്ടോ. ഇതാണ് അവിടെ വന്നിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് ഫ്യൂസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ആ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഇംപ്ലാന്റേഷൻ ആണ് ഈ നമ്മൾ ചെടി നടത്തിലേക്ക് അത് ഓർക്കാൻ നമ്മളൊരു ചെടി നമ്മൾ മണ്ണിൽ കണ്ട് നമ്മൾ വെക്കുന്ന അതേപോലെ ഒരു പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ആരായിരുന്നു? സൈഗോട്ടായിരുന്നു. സൈഗോട്ട് പിന്നെ ഡിവൈഡ് ചെയ്ത് ആരായി മാറി? പറയൂ മോറലായിട്ട് മാറി. മോറല അത് കഴിഞ്ഞ് ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് പിന്നെ നമ്മൾ യൂട്രസിൽ വന്ന് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ എന്താ വെച്ചാൽ ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് നടന്നു പറയും. ശരിക്കും പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഇംപ്ലാന്റേഷൻ നടന്ന പ്രഗ്നൻസി നടന്നാലും നമുക്ക് പ്രഗ്നൻസി പറയാം. ഓക്കെ, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി എന്നാണ് പറയാൻ പറ്റും. ഈ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേ ശരിക്കും പ്രഗ്നൻസി ഉള്ള പ്രോസസ്സാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ടീച്ചർ നിങ്ങളെ ഒരു ഫ്ലോചാർട്ട് പോലെ എഴുതാനായിട്ട് വിളിക്കുന്നു. ബോഡിയെ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസസ്സിൻ്റെ ആദ്യം എന്ത് സംഭവിച്ചു? ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പോൾ എന്താ ഫോം ചെയ്തത്? ഫെർട്ടിലൈസേഷൻ ആകുമ്പോൾ എന്താ ഫോം ചെയ്തത്? സൈഗോട്ട് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് നൽകുമ്പോൾ എത്ര സെൽസ് ഉണ്ടായിരുന്നു? 16 to 30. അത് എത്രാമത്തെ ഡേ എന്നാണ് ഞാൻ പറഞ്ഞത്? മോറിനെ ഫോം ചെയ്തു. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് ഞാൻ പറഞ്ഞിരുന്നല്ലോ 13 സ്പെല്ലിംഗ് എല്ലാം പഠിക്കണം.
വായിക്കും, ആദ്യത്തെ പോയിന്റ് വായിക്കും. Temporary structure formed after the glass process attaches to the uterine wall. മനസ്സിലായിട്ട് വായിക്കണം. അപ്പോൾ യൂട്രൈൻ വോളിലേക്ക് പറ്റി പിടിച്ചിട്ടാണ് നമ്മുടെ ബേബിക്ക് എവിടെയാണ് ഇംപ്ലാന്റേഷൻ സംഭവിച്ച് യൂട്രസിലുണ്ട് അല്ലേ, അവിടെ ഇരിക്കും. അപ്പോൾ ന്യൂട്രീഷൻ വേണം. അപ്പോൾ ആ ഫുഡ് കൊടുക്കുന്ന സ്റ്റോർ ഹൗസ് ആണ് പ്ലാസന്റ. അത് നോക്കാം. അതൊരു ടെമ്പററി സ്ട്രക്ചർ അല്ലേ, ഇന്ന് പുറത്ത് വരുമ്പോഴേക്കും പിന്നെ ആ സ്ട്രക്ചറിന്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ ആ ടെമ്പററി സ്ട്രക്ചർ ആണ്. പിന്നെ അത് രണ്ടാമത്തെ പോയിന്റ് വായിക്കാൻ embryonic and uterine tissue. അപ്പോൾ കുട്ടിയും അമ്മയും തമ്മിൽ ഒരു കണക്ഷൻ വേണം അല്ലേ. അമ്മ ഫുഡ് കഴിച്ചിട്ട് കുട്ടിക്ക് ഫുഡ് കിട്ടുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം കുട്ടി അമ്മ തമ്മിൽ കണക്ഷൻ വേണ്ടേ. അപ്പോൾ ഈ കണക്ഷൻ ഉണ്ടാകുന്നത് ഈ ക്ലാസ്സിൻ്റെ വഴിയാണ്. ക്ലാസ്സിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ എംബ്രിയോണിക് ആൻഡ് യൂട്രൈൻ ടിഷ്യൂ. എംബ്രിയോണിക് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ അല്ലേ, നമ്മുടെ ഇപ്പം സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് പ്ലാസ്റ്റിക് ഇംപ്ലാന്റേഷൻ ആണ്. അപ്പോൾ ആ ബേബിയുടെ ടിഷ്യൂ പിന്നെ അമ്മയുടെ യൂട്രസ് തന്നെ ഉള്ളത്, അമ്മയുടെ യൂട്രസിന്റെ ടിഷ്യൂ, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു പ്ലാസന്റ ഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? അടുത്ത മൂന്നാമത്തെ പോയിന്റ് വായിക്കോ. പ്രോട്ടീൻ Act as a temporary storehouse of oxygen and nutrients. നമ്മൾ സ്റ്റോർ ഹൗസ്, ടെമ്പററി സ്റ്റോർ ഹൗസ് ആണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ ആരെയാ പറഞ്ഞത്? നമ്മൾ ആരെയാ പഠിച്ചിരിക്കുന്നത്? ഇപ്പോൾ ക്ലാസ്സിൽ ഒരു സ്റ്റോർ ഹൗസ് പോലത്തെ സ്ട്രക്ചറാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അമ്പിലേക്ക് പോകും. ഞാൻ പറഞ്ഞു ഫുഡ് വേറെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു പൈപ്പ് ലൈൻ പോലെ വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ ഒരു ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് എന്തെന്ന് ഫോൺ ചെയ്യുന്നു ഞാൻ പറഞ്ഞത് അമ്മയും കുട്ടിയും തമ്മിൽ കണക്ഷൻ വേണ്ടതുകൊണ്ട് ക്ലാസ്സിൻ്റെ എന്തെന്നൊക്കെ ഫോൺ ചെയ്യുന്നത് അപ്പോൾ ഇതിന് രണ്ടുമാണ് ക്ലാസ്സിൻ്റെ ഫോൺ. അപ്പോൾ അമ്മയിലെ കൂടെ പക്ഷേ എവിടുന്നാണ് ഫോൺ ചെയ്യുന്നത്? വായിച്ചത് ക്ലാസ്സിൻ്റെയാണ്. ക്ലാസ്സിൽ ഫുഡ് ഉള്ളത് എവിടെയാണ്? ക്ലാസ്സിൻ്റെയാണ് ഫുഡ് ഉള്ളത്. അതല്ലേ നമ്മൾ എപ്പോഴും നമ്മുടെ ബേബിക്ക് വേണ്ടത്. അപ്പോൾ ആ ക്ലാസ്സിൽ
20-ാമത് നമ്മൾ പറഞ്ഞത് ഇനി ഒരാളോട് amniotic fluid. amniotic fluid. Amniotic അകത്തുള്ള fluid. Amniotic അകത്തുള്ള fluid ആണ് amniotic fluid എന്ന് പറയുന്നത്. ആ question between amniotic ഉള്ളിൽ ഉള്ള fluid ആണ് amniotic fluid എന്ന് പറയുന്നത്. Prevents dehydration of the fetus. Third point is something like അപ്പോൾ ഡീഹൈഡ്രേഷനും പ്രിവെന്റ് ചെയ്യും. അതുപോലെ ഒരു എന്തെങ്കിലും ഇപ്പം അമ്മ വീണു അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഷോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ പോലെയാണ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആക്കുന്നത്. നാലാമത് നമ്മൾ പറഞ്ഞത് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും പറഞ്ഞു ഇതൊക്കെ എവിടെയാണ് എന്തായാലും ഒരു ആദ്യമായിട്ട് കൺഫ്യൂഷൻ ആയിരുന്നു. ഈ ടീച്ചർ ആ സ്ട്രക്ചർ കാണുന്നുണ്ടോ? ടീച്ചർ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം ക്ലാസ് ഉണ്ടാവുക. ക്ലാസ്സിൻ്റെ എവിടെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഒരു ഈ പോർഷൻ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ക്ലാസ് ഉണ്ടാവും കാണാമോ? മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ ക്ലാസ് ഉണ്ടാവും? കണ്ടോ? ഓക്കെ. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ക്ലാസ്സിൻ്റെ ഇത് പഠിച്ചത്. ഫസ്റ്റ് സ്ട്രക്ചറാണ് അത് ക്ലാസ്. രണ്ടാമത് നമ്മൾ ആരെ പഠിച്ചു? സൗമ്യ അംബിലിക്കൽ കോഡ്. അംബിലിക്കൽ കോഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഒരു കണക്ഷൻ പോലെ പോകുന്നത് കണ്ടോ? കുട്ടി പുറത്തെത്തില്ലേ? അമ്മയോട് വിളിച്ച് പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഈ കണക്ഷനൊക്കെ അവിടെ തന്നെ അങ്ങനെ ഉണ്ടല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ കുഞ്ഞ് പ്രഗ്നന്റ് ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞ് പുറത്ത് വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. കാണുന്നുണ്ടോ അംബിലിക്കൽ കോഡ് കണക്ഷൻ? സൗമ്യ ഉണ്ടോ? ഇനി മൂന്നാമത് നമ്മൾ ആരെ പഠിച്ചു? ആംനിയോ. ആംനിയോ നമ്മൾ മൂന്നാമത്തെ സ്ട്രക്ചറായിട്ട് പഠിച്ചു. ഓക്കെ. ആംനിയോട്ടിക് സാക്കിന് എഴുതിയിട്ടുണ്ട് കണ്ടോ? ആ ഒരു കവർ പിങ്ക് മെമ്പറൈൻ കവറിംഗ് പോലെ കാണുന്നുണ്ടോ? കാണാമോ? പ്രതീക് ഓക്കെ. അപ്പോൾ ഒരു മെമ്പറൈൻ ഉണ്ട് ചുറ്റിനുള്ള പിങ്ക് മെമ്പറൈനാണ് ഈ ആംനിയോട്ടിക് സാക്ക്. ആംനിയോ നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഉള്ളിൽ അവരുടെ അകത്തുള്ള ഫ്ലൂയിഡിനെ നമ്മൾ എന്തായാലും പറഞ്ഞ സമയത്ത് കുഞ്ഞിൻ്റെ ചുറ്റിലും ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പം ഇപ്പം നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ വന്നില്ലേ എങ്ങനെയാണ് എന്താ നമ്മുടെ ചുറ്റിലും ഹെൽപ്പ് ചെയ്യുന്നു, ന്യൂട്രീഷൻ കൊടുക്കുന്നു, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഇങ്ങനെയായിരിക്കും കുഞ്ഞ് വളരുന്നത് നമ്മുടെ ഉള്ളിൽ. അപ്പം ഇവരൊക്കെയാണ് ന്യൂട്രീഷനും പ്രൊട്ടക്ഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡെവലപ്മെന്റ് ആയിരുന്നു പറഞ്ഞത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നതായിരുന്നു. ഡിവൈഡ് ചെയ്ത് മോറല, ബ്ലാസ്റ്റോസിസ്റ്റ്, ഇംപ്ലാന്റേഷൻ ഒക്കെ നടന്നതായി നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ന്യൂട്രീഷൻ എങ്ങനെ കിട്ടുന്നു, ആ ന്യൂട്രീഷൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ആരൊക്കെ എന്ന് വായിച്ചു പോകുന്നത്? ക്ലാസിൻ്റെ അംബിലിക്കൽ കോഡ്, അമ്നിയോൺ, അപ്പോൾ ഈ ടീച്ചർ ഒരു നാഷണൽ ഫോളോയിങ് പഠിച്ചിട്ടുണ്ട്.
30th സ്റ്റേജിൽ എത്തിയതാണ്. നമ്മൾ എന്ത് പേരായിരുന്നു എന്ന് പറഞ്ഞിരുന്നത്? അത് കഴിഞ്ഞ് മോഡൽ ഡിവൈഡ് ചെയ്ത് പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജിൽ ഡിവൈഡ് ചെയ്ത് ഒരു 5 to 6 ഡേയ്സിൽ വേറെ സ്ട്രക്ചർ ഫോം ചെയ്യും. ബ്ലാസ്റ്റോസിസ്റ്റാണ് പിന്നെ ഫോം ചെയ്യുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റ് അവിടുന്ന് ഇപ്പോൾ ട്രാവലിംഗ് നടക്കുക അല്ലേ? ട്രാവൽ ചെയ്ത് എവിടെ വന്നു എന്നാ പറഞ്ഞാൽ ആ ഒരു യൂണിറ്റ് ലൈനിൻ്റെ പേര് പറഞ്ഞാൽ എൻഡോമെട്രിയത്തിൽ വന്നിട്ട് അപ്പോൾ ആരാ ബ്ലാസ്റ്റോസിസ്റ്റ്? ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ ആ പ്രോസസ്സിൽ നമ്മുടെ പേര് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ ഇത് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും ഒരു ആ പ്രോസസ്സ്, അതായത് പ്രഗ്നൻസി അപ്പോഴാണ് ശരിക്കും നടക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ന്യൂട്രീഷൻ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കണം അല്ലേ? നമ്മുടെ ഈ വളർന്നു വരുമ്പോൾ അപ്പോൾ നമ്മൾ 4 സ്ട്രക്ചേഴ്സ് ചെയ്യുക. ആ 4 സ്ട്രക്ചേഴ്സ് എല്ലാവരും ക്ലാസ്സിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്തായാലും പറഞ്ഞ സൗമ്യ ക്ലാസ്സിൻ്റെ എന്തായാലും ആംനിയോണിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് നമ്മൾ. അതെന്ത് ഫ്ലൂയിഡായിരുന്നു? പിന്നെ നമ്മൾ ശരിക്കും പ്രൊട്ടക്ഷൻ, അതായത് ആംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? നമ്മൾ 2 ഫംഗ്ഷൻ പറഞ്ഞില്ല ആംനിയോട്ടിക് ഫ്ലൂയിഡ്. അറിയില്ല. experiments of human പിന്നെ ഒരു ഫംഗ്ഷൻ ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ എല്ലാവരും ആൻസർ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ. ഇനി നമുക്ക് നോട്ട് എടുത്തോ, എല്ലാവരും നോട്ട് എടുക്കും. Draw a labeled diagram. Draw a labeled diagram of embryo. Draw a labeled diagram of embryo with structures helping in nutrition and protection. Structures helping in nutrition and protection. മനസ്സിലായോ അതെന്താ ചെയ്യുന്നതെന്ന്? എന്താ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഈ പറഞ്ഞ പ്ലാസെന്റ, അംബിലിക്കൽ കോഡ്, ആംനിയോൺ, ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ വരുന്ന ഒരു സ്ട്രക്ചർ കാണിച്ചിട്ടേ അത് വരച്ചിട്ട് വരണം നിങ്ങളുടെ സയൻസ്. ഓക്കെ, അതിന് അടുത്ത ക്ലാസ് വരുമ്പോൾ വരച്ചിട്ട് വരും. ഈ ടേംസ് എല്ലാം ഒന്നും കൂടി നോക്കിയിട്ട് വരണം. ഓക്കെ, ക്ലിയർ അല്ലേ? Thank you.